മറ്റൊരു വാർത്തയിലേക്ക്. താരസംഘടനയായ അമ്മയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പേർ മത്സര രംഗത്ത് സജീവമാകുന്നു. മുൻ കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 3 സംഘങ്ങളാണ് മത്സര രംഗത്തേക്ക് വരുന്നത്. ഒറ്റയാനായി മത്സരിക്കാൻ ഇടവേള ബാബുവും ഇറങ്ങുന്നുണ്ട്. നിലവിലെ കമ്മിറ്റിയിൽ നിന്നും വിനു മോഹൻ, സരയു, ജോമോൾ, അനന്യ എന്നിവർ മത്സരിക്കുന്നതിനെതിരെ ഒരു വിഭാഗം അംഗങ്ങൾക്ക് തന്നെ കടുത്ത എതിർപ്പുണ്ട്. സഹിൻ ആന്റണി കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സഹിൻ. കൂടുതൽ പേർ മത്സരത്തിന് വരുന്നു. അമ്മ തെരഞ്ഞെടുപ്പ് കൂടുതൽ വാശിയേറുകയാണ്. നവ്യ നായരെ ഉൾപ്പെടെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി വനിതാ പക്ഷത്ത് നിന്ന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉൾപ്പെടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ സൈൻ? ബിനിൽ, അതായത് നിലവിൽ ഈ ഓഗസ്റ്റ് 15-ാം തീയതിയാണ് അമ്മ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കുക. ആ തെരഞ്ഞെടുപ്പിൽ മുൻപ് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നത് പഴയ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു. വലിയ കാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തവണ നടക്കുക എന്നുള്ളതിൻ്റെ സൂചനകളൊക്കെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3 സംഘങ്ങൾ, നിലവിലെ അംഗങ്ങൾക്ക് പുറമെ 3 സംഘങ്ങൾ മത്സരരംഗത്ത് സജീവമാണ്. ഒന്ന് രവീന്ദ്രൻ്റെയും കൊക്കു പരമേശ്വരൻ്റെയും നേതൃത്വത്തിൽ ഒരു സംഘം, അവർ മത്സരിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു സംഘം എന്ന് പറയുന്നത് ഈ പറയുന്ന അമ്മയുടെ പെൺമക്കൾ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ശരിക്കും ബാബുരാജാണ് ഈ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയതെങ്കിലും അതിൽ ഇപ്പോൾ ഒരു മത്സര രംഗത്തേക്ക് ഒരാൾ ഉയർന്നു വരികയാണ്. അത് നവ്യ നായരാണ്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നവ്യ നായർ മത്സരിക്കണമെന്നുള്ളതാണ് പൊന്നമ്മ ബാബുവും ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഉഷ ഹസീനയും ചേർന്നുകൊണ്ട് ഈ നവ്യ നായരെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ബൈജു സന്തോഷും ശ്വേത മേനോനും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ശക്തമായ ഒരു മത്സരത്തിന് കളമൊരുങ്ങുമ്പോൾ ഇതാ ഒരു ഒറ്റയാൻ ഇടവേള ബാബുവാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കോ മത്സരിക്കാൻ തയ്യാറായി ഇടവേള ബാബുവും തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുഞ്ചാക്കോ ബോബനോ അല്ലെങ്കിൽ ജയറാമോ വേണമെന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ രഞ്ജി പണിക്കറുടെ പേര് കൂടി വന്നിരുന്നു. പക്ഷേ രഞ്ജി പണിക്കർ സമാനമായ മറ്റൊരു സംഘടനയിൽ ഭാരവാഹിയായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാധ്യത മങ്ങുകയാണ്. പകരം കുഞ്ചാക്കോ ബോബനോ അല്ലെങ്കിൽ ജയറാമോ മത്സരിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിലെ അംഗങ്ങളിൽ 4 പേർക്കെതിരെ ശക്തമായ എതിർപ്പുണ്ട്. ഒന്ന് ജോമോളാണ്. ജോമോൾക്കെതിരെ കടുത്ത എതിർപ്പ് ആ സംഘത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. മറ്റൊന്ന് സരയുവാണ്. കൂടാതെ അനന്യയുണ്ട്, വിനു മോഹൻ. ഈ 4 പേരും മത്സരിക്കുന്നതിനെതിരെ ഒരു വിഭാഗം ശക്തമായി രംഗത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരമായിരിക്കും ഇത്തവണ നടക്കുക എന്നുള്ളത് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ജഗദീഷ് മാത്രമായിരിക്കും മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുക. അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു താൻ മത്സരത്തിലൊന്നും പങ്കെടുക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ജഗദീഷ് മാത്രം മാറി നിൽക്കുമ്പോൾ മറ്റെല്ലാവരും ജയൻ ചേർത്തല അടക്കമുള്ളവർ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്തായാലും ശക്തമായൊരു മത്സരം ഇത്തവണ നടക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചന ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ശക്തമായ മത്സരം നടക്കുകയാണ്. എന്തായാലും പ്രസിഡന്റ് ആവാൻ മോഹൻലാൽ ഇല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരാകും പ്രസിഡന്റ്, ആരാകും വൈസ് പ്രസിഡന്റ് എന്നറിയാൻ വേണ്ടി ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം വരെ കാത്തിരിക്കണം. സിനിമയുമായി ബന്ധപ്പെട്ട് അഭ്യൂഹകക്ഷികൾ അമ്മ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15-നാണ്. കൂടുതൽ ആളുകൾ മത്സര രംഗത്തേക്ക് എത്തുന്നു എന്ന് സഹിൻ ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നു.